നമസ്കാരം. കഴിഞ്ഞ ദിവസം നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം LDFന് ഏറെ സന്തോഷവും UDFന് ആശങ്കയുമാണ്. കാരണം സകല മാധ്യമങ്ങളും എതിരായിട്ടും LDF കുതിച്ചു എന്നുള്ളതാണ്. ഇതിനിടെയാണ് മരുമകൻ റിയാസിനെ മുഖ്യമന്ത്രിയാക്കാൻ ചടുലമായിട്ടുള്ള നീക്കം. ജനങ്ങൾക്ക് വാരിക്കോരി പെൻഷനും കിറ്റുമെല്ലാം കൊടുത്തപ്പോൾ വിഡ്ഢികളായിട്ടുള്ള ജനങ്ങളെ തൻ്റെ കുബുദ്ധിയിലൂടെ വീഴ്ത്തി അധികാരമുറപ്പിച്ച പിണറായി കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് തുടർഭരണം നടത്തുന്ന മുഖ്യമന്ത്രിയായിട്ട് മാറുകയുണ്ടായി. പക്ഷേ ആ തുടർഭരണം വോട്ട് ചെയ്ത് ജയിപ്പിച്ചവരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായി. മാത്രമല്ല പാർട്ടിക്കുള്ളിൽ തന്നെ പ്രത്യേകിച്ചും CPMൽ തന്നെ പിണറായിക്കെതിരെ ചില അസ്വാരസ്യങ്ങളുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം പിണറായിയുടെ അഹങ്കാരവും സ്വേച്ഛാധിപത്യവും ഒക്കെയാണ്. പിന്നെ ഇപ്പോൾ കാണിച്ചു കൂട്ടുന്ന ഈ ഒരു ധൂർത്തും 10 വർഷം അധികാരം അങ്ങ് ഉപയോഗിക്കുക, ആ അധികാരത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും അങ്ങ് അനുഭവിക്കുക, കുടുംബത്തിന് ആവശ്യത്തിന് സമ്പത്തുണ്ടാക്കി കൊടുക്കുക തുടങ്ങിയവയൊക്കെ ഇത്തരത്തിൽ ചെയ്ത മുഖ്യമന്ത്രി ഭരണം കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അധികാരമില്ലാതെ പിണറായി വിജയനെ മുന്നോട്ട് പോകാനായിട്ട് കഴിയുമോ? ഇല്ല. സ്വാഭാവികമായിട്ടും ഉയരുന്ന ഒരു ചോദ്യമാണിത്. ഇവിടെയാണ് പിണറായി വിജയൻ്റെ രാഷ്ട്രീയ കുബുദ്ധി എല്ലാവരും തിരിച്ചറിയേണ്ടത്. CPMൻ്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വിധത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൻ്റെ മരുമകനെ അദ്ദേഹം സ്ഥാനാർത്ഥിയാക്കിയത് വിജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റിലും അവിടുത്തെ സിറ്റിംഗ് MLAയെ മാറ്റി പകരം മരുമകൻ റിയാസിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നു. അങ്ങനെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ചു വന്ന മരുമകനെ പെട്ടെന്ന് തന്നെ മന്ത്രിസഭയിലേക്ക് എടുക്കുന്നു, മന്ത്രിയാക്കുന്നു. അതും മന്ത്രിസഭയിലെ ഏറ്റവും അധികാരമുള്ള വകുപ്പുകൾ നൽകി മന്ത്രിയാക്കുന്നു. തൊട്ടു പിന്നാലെ പാർട്ടി സെക്രട്ടേറിയറ്റിലേക്കും തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ മന്ത്രിസഭ രൂപീകരിച്ചതിന് ശേഷം മരുമകന് മാത്രം സർവ്വ സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്നു. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ അടുത്ത ലക്ഷ്യം ഈ മരുമകനെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കുക എന്നതാണ്. കഴിഞ്ഞ ദിവസം നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം LDFന് ഏറെ സന്തോഷവും UDFന് ആശങ്കയുമാണ്. കാരണം സകല മാധ്യമങ്ങളും എതിരായിട്ടും LDF കുതിച്ചു എന്നുള്ളതാണ്. സംസ്ഥാനത്ത് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ LDFന് മികച്ച നേട്ടമാണ് കൈവന്നിരിക്കുന്നത്. UDFൽ നിന്നും BJPയിൽ നിന്നും 6 വാർഡുകൾ ഇടതുമുന്നണി പിടിച്ചെടുത്തു. മാസപ്പടി വിവാദം ഇപ്പോൾ ഇങ്ങനെ കത്തി നിൽക്കുമ്പോഴും അതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയെയും മകളെയുമൊക്കെ മാധ്യമങ്ങളും പ്രതിപക്ഷവും എല്ലാം തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോഴും ജനങ്ങൾ പിണറായിക്കൊപ്പമെന്ന സന്ദേശമാണ് അത് നൽകുന്നത്. നെടുമ്പാശ്ശേരി പഞ്ചായത്തിലെ 14-ാം വാർഡിൽ LDF ജയിച്ചതോടെ UDFന് ഭരണം നഷ്ടമായി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെള്ളാർ വാർഡിൽ LDFന് അട്ടിമറി ജയമാണ് ഉണ്ടായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് തന്നെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന് ആത്മവിശ്വാസമേകുന്ന വിജയമാണിത്. 23 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 10 ഇടങ്ങളിൽ LDFും UDFും ജയിച്ചപ്പോൾ 3 ഇടത്താണ് BJP ജയിച്ചത്. ആകെ കണക്കിൽ LDFും UDFും 10 സീറ്റുകൾ വീതം നേടിയെങ്കിലും LDFന് തന്നെയാണ് നേട്ടം. UDFിൻ്റെയും BJPയുടെയും 3 സിറ്റിംഗ് സീറ്റുകളാണ് LDF പിടിച്ചെടുത്തത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെള്ളാർ ഡിവിഷൻ BJPയിൽ നിന്ന് പിടിച്ചെടുത്തത് LDFന് ആത്മവിശ്വാസം കൂട്ടുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഒറ്റശേഖരമംഗലം, അതുപോലെ തന്നെ കുന്നനാട്, ചടയമംഗലം, കൂരിയോട് വാർഡുകളാണ് BJPയിൽ നിന്ന് LDF പിടിച്ചെടുത്ത മറ്റു വാർഡുകൾ. നെടുമ്പാശ്ശേരി, കൽപ്പകനഗർ, മുല്ലശ്ശേരി, അതുപോലെ തന്നെ പതിയാർകുളങ്കര, മുഴപ്പിലങ്ങാട്, അതുപോലെ തന്നെ മമ്മാക്കുന്ന് വാർഡുകളാണ് UDFൽ നിന്ന് പിടിച്ചെടുത്തത്. കൽപ്പകനഗറിലെ ജയത്തോടെയാണ് നെടുമ്പാശ്ശേരി പഞ്ചായത്ത് ഭരണം LDF പിടിച്ചെടുത്തത്. UDFന് 5 സീറ്റുകൾ നഷ്ടമായി, 2 എണ്ണം പിടിച്ചെടുത്തു. മൂന്നാർ പഞ്ചായത്തിലാകട്ടെ 2 സീറ്റുകൾ പിടിച്ചെടുത്ത് പഞ്ചായത്ത് ഭരണം നിലനിർത്തിയത് മാത്രമാണ് UDFന് ആശ്വാസമായത്. പത്തനംതിട്ടയിൽ നാരങ്ങാനം കടമനിട്ട വാർഡിൽ കോൺഗ്രസ് ആദ്യമായിട്ട് ജയിക്കുകയുണ്ടായി. BJPക്ക് ആകെ 3 സീറ്റാണ് നഷ്ടമായത്, 2 എണ്ണം പിടിച്ചെടുത്തു. മട്ടന്നൂർ നഗരസഭയിലെ ടൗൺ വാർഡിൽ BJP ജയിച്ച് നഗരസഭയിൽ അക്കൗണ്ട് തുറന്നു. ആദ്യമായിട്ട് മട്ടന്നൂർ നഗരസഭയിൽ വിജയിക്കാനായത് BJPക്ക് നേട്ടമായി. അപ്പോൾ ഇതിനെല്ലാം മുന്നോടിയായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM മുന്നേ ഓടുന്നത്. ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ മുഴുവൻ പ്രഖ്യാപിച്ച് പ്രചരണ പരിപാടികളുമായിട്ട് CPM രംഗത്ത് വന്നു. KPCC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് സമരാഗ്നി എന്ന പേരിൽ ഒരു ജാഥ നടത്തിയിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾ പോലും അത് ഗൗനിക്കാത്തത് CPMന് ഗുണകരമാകുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസത്തെ KPCC പ്രസിഡന്റ് K സുധാകരനും അതുപോലെ തന്നെ VD സതീശനും തമ്മിലുണ്ടായ പ്രശ്നം, പ്രത്യേകിച്ച് മൈക്കിലൂടെയുള്ള ആ അസഭ്യ ഘോഷം, അതും ഏറെ ചർച്ചയായി മാറിയിട്ടുണ്ട്. മറ്റൊരു യാത്രയുമായി BJP പ്രസിഡന്റ് K സുരേന്ദ്രൻ ഇപ്പോൾ രംഗത്തെത്തിയെങ്കിലും അതെവിടെ എത്തിയെന്ന് പോലും BJPക്കാർക്ക് പോലും ഇപ്പോൾ അറിയില്ല എന്നതാണ് മറ്റൊരു വസ്തുത. BJPക്കും അതുപോലെ തന്നെ കോൺഗ്രസിനുമുള്ള ആശയക്കുഴപ്പം തന്നെയാണ് CPM ആയുധമാക്കി ഉപയോഗിക്കുന്നത്. മുതിർന്ന നേതാക്കളെ ഇറക്കി കളിച്ചപ്പോൾ പിണറായിയുടെ കുബുദ്ധിയിൽ ഉദിച്ചത് തൻ്റെ മരുമകൻ്റെ ഭാവി ഉറപ്പാക്കുക എന്നതാണ്. തൻ്റെ ഭരണശേഷം മരുമകൻ റിയാസിനെ മുഖ്യമന്ത്രിയാക്കി വാഴിക്കുക എന്നത് പിണറായി വിജയൻ്റെ സ്വപ്നമാണെന്ന് എല്ലാവർക്കും അറിയാം.
എന്നാൽ ഈ വിജയം LDFന് ലോക്സഭയിൽ പ്രതീക്ഷ നൽകുന്നുണ്ട്. കേരളത്തിലെ 20 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള മത്സരത്തിൽ CPM മത്സരിക്കുന്ന സീറ്റുകൾ പ്രഖ്യാപിച്ചത് പ്രമുഖരെയാണ്. CPMൽ പുതുമുഖങ്ങൾ വിരലെണ്ണാവുന്നവർ മാത്രമാണ്. എറണാകുളത്താകട്ടെ KJ ഷൈൻ എന്ന വനിതാ നേതാവ് തീർത്തും പുതുമുഖമാണ്. മലപ്പുറത്ത് വസീഫ് DYFI സംസ്ഥാന പ്രസിഡന്റാണ്. ആറ്റിങ്കലിൽ V ജോയി ലീഗിൽ നിന്ന് പുറത്താക്കി CPM അകത്താക്കിയ KS ഹംസ എന്നിവരും പുതുമുഖങ്ങളാണ്. കണ്ണൂരിൽ MV ജയരാജൻ, അതുപോലെ തന്നെ കോഴിക്കോട് എളമരം കരീം, പത്തനംതിട്ടയിൽ തോമസ് ഐസക്, ഇനി അതുപോലെ തന്നെ പാലക്കാട് പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള A വിജയരാഘവൻ, ചാലക്കുടിയിൽ C രവീന്ദ്രനാഥ് എന്നിവർ, അതുപോലെ തന്നെ ആലത്തൂർ പിടിക്കാനായിട്ട് ഇറക്കിയിരിക്കുന്ന K രാധാകൃഷ്ണനെയും, അതുപോലെ തന്നെ വടകര പിടിക്കുവാനായിട്ട് ഇറക്കിയിരിക്കുന്ന KK ശൈലജയും, കൊല്ലത്ത് പ്രേമചന്ദ്രനെ നേരിടാനിറങ്ങുന്ന നടൻ മുകേഷും മത്സരം തീ പാർന്നതാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. AM ആരിഫ് മാത്രമാണ് കഴിഞ്ഞ തവണ ജയിച്ചത് എന്നതിനാൽ തന്നെ ഇപ്പോഴും തിളങ്ങുന്ന മുഖമാണ് ആലപ്പുഴയിൽ AM ആരിഫ്. ഇടുക്കിയിൽ CPM സ്വതന്ത്രനായിട്ടുള്ള ജോയ്സ് ജോർജിനെ തന്നെ വീണ്ടും ഇറക്കിയിരിക്കുന്നു. കഴിഞ്ഞ തവണ ഡീൻ കുര്യാക്കോസിനോട് തോറ്റിരുന്നു. ഏതായാലും അവർ തോറ്റാലും ജയിച്ചാലും പിണറായിക്ക് കുശാലാണ്. കാരണം മരുമകനെ മുഖ്യമന്ത്രിയാക്കുകയാണ് പിണറായിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള കുബുദ്ധിയിൽ ഉദിച്ചിരിക്കുന്ന ലക്ഷ്യം. ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.